ഈ പറയുന്നതൊക്കെ സത്യമാണോ? അതെ, ഈ പറയുന്നത് സത്യം തന്നെയാണ്. അല്ലാതെ പ്രേംനസീറോ ഉമ്മറോ ബാലങ്ങ നായരോ അല്ല. ചേട്ടാ നിങ്ങളെ കല്യാണം എപ്പോഴാ? കല്യാണം ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ളൂ കൊച്ചേ. അതെന്താ? മാസ്ക് ഇട്ട ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖമില്ലെന്നാ പറയുന്നത്. ചാർജ് എടുത്തു, അതിന്റെ സന്തോഷത്തില്ല. പോക്കത്തരം കാണിക്കരുത്. ഞാൻ എത്ര നേരം കൊണ്ട് അവിടെ ചോദിച്ചു. ഞാൻ സുധീരനെ വരെ സംശയിച്ചു. എന്റെ റൂമിൽ ഇരുന്ന ചാർജർ എടുത്തോണ്ട് കളഞ്ഞ നിങ്ങളായിരുന്നു. പേഷ്യന്റ് ആണോ? അല്ല, ആസീസ്. അതല്ലേ തലയ്ക്ക് വല്ല കുഴപ്പമുള്ള ആളാണോ എന്ന്? എടാ, ഇത്രയും പേര് ഇവിടെ മാന്യമായിട്ട് വർത്താനം പറഞ്ഞു. നീ എന്തിനാണ് ഈ ഊള കോമഡി അടിച്ചത്? കേട്ടോ, പോയിട്ടാ അവിടെ. എവിടുന്നാ വരണേ നിങ്ങള്? ഞാൻ അമേരിക്കാവിൽ നിന്ന്. ഈ പെൺകുട്ടിയോ? പൗവാക്കാവിൽ നിന്ന്. ചേട്ടാ അമേരിക്കയിൽ എവിടെ ആയിരുന്നു? അമേരിക്കയിലെ ഫ്ലോറിഡയിലായിരുന്നു ഞാൻ. ഫ്ലോറിഡയിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് പരിപാടിക്ക്. ഈ ഫ്ലോറിഡയിൽ എവിടാ? 2 ഫ്ലോറിന്റെ ഇടയിൽ ഒരു ടാർപ്പ വലിച്ചിട്ടതിൽ ചണത്തിന്റെ ചാക്കയിൽ ഈ ഇസട്ട് കിടക്കണവര് കിടക്കും. അത് കഴിഞ്ഞാൽ ഈ പാട്ടിന്റെ ടൈമിങ്ങിനനുസരിച്ച് നഖത്തേൽ വെച്ചിട്ട് പൊട്ടിയിട്ട് പൊട്ടുന്നില്ല. എന്നാ ചിറ്റിക വെച്ച് അടിച്ചാൽ എന്തായാലും പൊട്ടും. ഒരു അവസരം കിട്ടുമ്പോ ആളും തരവും നോക്കാതെ കക്ഷം ഉണ്ടെന്നോ? എനിക്കുണ്ടൊരു കക്ഷം. എന്താണ് കുട്ടിക്ക് ഇപ്പൊ തോന്നുന്നത്? പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. നല്ല സുഖമുണ്ടെന്നാണ് കുട്ടി പറയുന്നത്. കുട്ടിക്ക് ഇനി ഇതുപോലത്തെ നല്ല സുഖം ഉണ്ടാവാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഭ്രാന്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇവിടെ ഭ്രാന്തിനെ കുറിച്ച് പഠിക്കാൻ ആരെങ്കിലും പഠിപ്പിക്കൂടാ? അതുപോലെ ഏതെങ്കിലും ഭ്രാന്തന്മാരുടെ അടുത്ത് ഞാൻ ഭ്രാന്ത് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? ഇതെന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയം നല്ലത് അല്ല. ഈ ഭ്രാന്ത് വരുന്ന വഴി എങ്ങനെ കേട്ടോ? നമ്മളൊരു മനുഷ്യന് ഭ്രാന്ത് വരുന്ന വഴി? ഭ്രാന്ത് വരാൻ വേറൊരു വഴി, നിനക്ക് പോകാൻ വേറൊരു വഴി. അങ്ങനെ വല്ല വഴി ഉണ്ടോ? ഞാനിപ്പോ വന്നേന്ന് വെച്ചാലേ എന്റെ ഭർത്താവ് 5 വർഷമായിട്ട് ഗൾഫിലാ. എനിക്ക് അങ്ങനെ കുട്ടികളും ഇല്ല. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. അല്ല, ഇവിടെ വന്ന് ഡ്രൈവിംഗ് പഠിച്ചാൽ കുട്ടികളുണ്ടാവുന്ന ആരാ പറഞ്ഞത്? ഈ ഭ്രാന്തന്മാരൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഫസ്റ്റ് ഭ്രാന്തന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി ഇതുപോലെ കാലാട്ടും. കാലാട്ടിക്കൊണ്ടിരിക്കും, പിന്നെ തല ചൊറിയും, കൈ കെട്ടുമ്പോ കുളിര് തോന്നും. ഉണ്ടല്ലേ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഇതൊക്കെ ചെറിയ ലക്ഷണം. വയലന്റ് അമ്മ മാത്രം പേടിച്ചാ ഇപ്പൊ കുഴപ്പമില്ല. ഞാനിപ്പോ ഒരു സിഗ്നൽ കാണിക്കും. അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ പറയണം. പറയാം. എന്താണ് ഈ സിഗ്നൽ? ചേട്ടൻ വന്നിട്ടുണ്ട്, പോയിട്ട് പിന്നെ വാ. നമ്മുടെ ഫ്രണ്ടിൽ തലയ്ക്ക് മേളിൽ ഒരു മിറർ വെച്ചിട്ടുണ്ട്. അതെന്തിനു വെച്ചേക്കണെന്ന് അതെനിക്കറിയാം. അതെങ്കിലും ഒന്ന് അറിയാലോ. അന്ന് കേക്കട്ടെ. ഡ്രൈവർക്ക് പുറകെ ഇരിക്കുന്ന പെണ്ണുങ്ങളെ വായി നോക്കാൻ. ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ടാ വന്നേക്കണേ അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, വണ്ടി എങ്ങനെ പുറകോട്ട് എടുക്കുന്നറിയോ? ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് ഇങ്ങനെ. സ്റ്റാർ മാജിക്കിലെ ഏറ്റവും വലിയ മണ്ടൻ ആരാണ്? ഓപ്ഷൻ എ നവീൻ, ഓപ്ഷൻ ബി നവീൻ, ഓപ്ഷൻ സി നവീൻ, ഓപ്ഷൻ ഡി നവീൻ. ആരും എന്തിനാ ഇങ്ങോട്ട് വന്നേ? വയസ്സാങ്കാലത്ത് എനിക്കൊരു മോഹം. ഇതാ സൈസുള്ള മാട്ടൽ ഓടിച്ചൊന്നുമല്ല കേട്ടോ. അത് നിങ്ങൾ മോഹം തീർക്കാൻ വേണ്ടി നിങ്ങളോടാണ് വന്നെ. വേറെ വല്ലോടത്തും പോകും? അയ്യോ അതല്ലെന്ന്, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. ഈ പ്രായത്തിലോ? ഞാൻ പഠിപ്പിക്കും മാഷിനെ. വലതുകാലം വെച്ച് കയറാല്ലേ? അല്ല, തലയും കുത്തി അങ്ങ് കയറാൻ. ഈ കൊച്ചു വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞങ്ങളുടെ ഈ സർക്കസ് കൂടാരത്തിന്റെ സെന്ററിലെ തൂണില്ലേ, ഒടിഞ്ഞു നിൽക്കുക. അപ്പൊ പുള്ളിക്കാരത്ത് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഉഗ്രനായിട്ട് ഇങ്ങനെ സർക്കസ് കളിക്കുകയും ചെയ്യാം. അമ്മക്കിളി അച്ചങ്കിളിയൊക്കെ എങ്ങനെ കാണും? അമ്മക്കിളി അച്ചങ്കിളിയുടെ കൂട് ഞാൻ തകർത്തിട്ടുണ്ട്. ഇനി അവിടെ പോയി മുട്ട ഇടുന്നു ഞാൻ നോക്കട്ടെ. കൊന്നു കളഞ്ഞേക്കട്ടെ. എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ ദ്രോഹി. പിന്നെ വയറ്റിലെ ആരെങ്കിലും പുറത്ത് പുറക്കാൻ പറ്റുമോ? ഇവിടെ ഏറ്റവും കൂടുതൽ കളിയാക്കപ്പെട്ടിരുന്ന ഒരാളാണ് നമ്മുടെ തങ്കു. തങ്കുവിന് ഫാൻസ് അസോസിയേഷൻ വരെ ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം ഒന്ന് കളിയാക്കണമെങ്കിൽ കുറെ മിനിമം യോഗ്യത വേണം. അങ്ങനെയുള്ള
slip my motherfucking gloves on. രാത്രി 12 മണിക്ക് പുതപ്പ് മൂടി വന്നിരുന്ന് ഫാഷൻ ടി വി കാണാൻ പറ്റുമല്ലോ. അതിനൊന്നും കുഴപ്പമില്ലേ? മോളെ ഇവൻ ഫാഷൻ ടി വി അമ്മ അതെ ഞാൻ ഫാഷൻ ചാനൽ കാണാൻ കാരണമുണ്ട് എന്റെ ഭാര്യക്ക് നല്ല ഫാഷനുള്ള ഡ്രസ് എടുത്ത് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഫാഷൻ ചാനൽ കണ്ടത്. ഞാൻ ഫാഷൻ ഒരു തുണിയും കണ്ടില്ലല്ലോ. എന്നിട്ട് നീ കൊള്ളില്ലാത്ത പടം കാണാൻ എന്റെ കുഴപ്പമാണോ? ഞാൻ നല്ല പടം മാത്രമേ അതിനകത്ത് ഞാൻ കാണുന്നുള്ളൂ. മനസ്സിലായില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ല? അവരിങ്ങോട്ട് പറഞ്ഞ മനസ്സിലായില്ല, അങ്ങോട്ട് പറഞ്ഞ മനസ്സിലായില്ല. ഈ സാധനത്തിനകത്തോടെ പറയണത് ആർക്കും മനസ്സിലാവാത്തത് കൊണ്ടാണ് എറണാകുളത്ത് മൊത്തം ബ്ലോക്ക്. എന്റെ മൂക്കിനകത്താണാ പഴുതാര് കയറിപ്പോയോ. നെൽസന്റെ പരിപാടികള് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നെൽസൺ എന്ന് പറഞ്ഞൊരു മൾട്ടി ടാലന്റുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ കള്ളുകുടിയൻ കളിച്ചാൽ കള്ളുകുടിയൻ, ഇനി ഒരു പോലീസുകാരൻ കളിച്ചോട്ടെ അപ്പോഴും കള്ളുകുടിയൻ. ഞാൻ മേടിക്കോ ടി വി മേടിക്കോ ഈ വീട്ടില്? മേടിക്കും. സോറി, വഴക്ക് കിടക്കണോ? ഇല്ല, കോട്ടയം നസീറിന്റെ മെഗാഷോ നടക്കാം. തള്ളി ഓടിക്കടാ മറ്റേ കാണ്. ജനാർദ്ദനൻ ഒറ്റ അടിയാൻ പറ്റേ കേട്ടോ. കുത്തരി മോനോ ഈ ഉരുള അമ്മാമ്മ ഇപ്പൊ കാക്കയ്ക്ക് കൊടുക്കും. നിങ്ങൾ ഈ ഉരുള കാക്കയ്ക്ക് കൊടുക്കാതെ നിങ്ങളുടെ രണ്ടുപേരുടെ ഉരുള എനിക്ക് കാക്കയ്ക്ക് കൊടുക്കാൻ ഒരു അവസരം തരും. ഫസ്റ്റ് നമുക്ക് എന്തെടുക്കാം? ആദ്യം നമുക്ക് ഇതെടുക്കാം. അതെടുത്താൽ നിന്റെ കൈ ഞാൻ വെട്ടും. അതൊക്കെ അതിനുശേഷം നായകന്റെ പുരുഷല്ലേ, അത് ഇതെടുക്കാം. ഇതെടുത്തിട്ട് നീ ഇവിടുന്ന് പോവോടാ. അവസാനം എന്തെടുക്കാം? അവസാനം നമുക്ക് ഇതെടുക്കാം. ഇവിടെ 65 പെണ്ണ് കണ്ടിട്ട് ഒരു വെളുത്ത പെണ്ണിനെ കിട്ടിയത് അതിന് നീ എടുക്കൂടാ. നമ്മുടെ വേൾഡ് ട്രേഡ് സെന്റർ തകർന്ന സ്ഥലം അവിടെയൊക്കെ പോയി ഞങ്ങൾ കണ്ടു. പിന്നെ അതുപോലെ നയാഗര വാട്ടർഫാൾസ് അവിടെ പോയി. പിന്നെ വേൾഡ് ട്രേഡ് സെന്റർ തകർന്ന സ്ഥലം അതൊക്കെ പോയി കണ്ടു. രണ്ടാമത്തെ പ്രാവശ്യം പറയുന്നത് ആണല്ലേ? ഞാൻ രണ്ടും പോയി. ഈ വേഷം ഇവന് തന്നെ കൊടുക്കും, നല്ല റേറ്റിംഗ് ആയിരിക്കും. ഇതാണ് സാധാരണക്കാര ഓഡിയൻസിന്റെ പപ്സ്. ഇതാണ് സാധാരണക്കാര ഓഡിയൻസിന്റെ പപ്സ്. അല്ല, പൾസ് പൾസ്. ഈ പൾസ് മനസ്സിലാക്കുക. റേറ്റിംഗ് കയറത്തില്ലേ? കാരണം കേരള സീരിയൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അന്യഗ്രഹ ജീവി അഭിനയിക്കുന്നത്. ചേട്ടന്റെ പല്ലെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അതോ കഴിഞ്ഞ ദിവസം ചുംബന സമരത്തിന് വന്നതാ. ചുംബിച്ചോണ്ട് നിന്നപ്പോഴത്തേക്കും ലാസ്റ്റ് ചാർജ് മേളിച്ചോണ്ടും കടിച്ചോണ്ട് എണ്ണം കൂടി. ഉള്ളത് പറയാനല്ല, ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയാ. എന്റെ സ്നേഹം പവിത്രമായിരുന്നു. അവളെല്ലാം കിട്ടി, ഞാൻ വേറെ സ്ത്രീയെ കിട്ടി. ദിനോസർ പാനി ഷർട്ട് ഇട്ടിട്ട് വഴക്ക് പറയുന്നു. എനിക്ക് കുടിക്കണം. നീ എന്തിനു മകളെ കുടിക്കുന്നത്? എനിക്ക് കല്യാണം കഴിക്കണം. ഇവിടെ നീ വളർന്നു വല്ലാവുമ്പോ നിനക്ക് ഒരു കല്യാണം ഞങ്ങൾ കഴിപ്പിച്ച് കാര്യം. എന്ത് വളരണ കാര്യം നിങ്ങൾ ഈ പറയണേ? ണ്ടല്ലോ ഈ മുണ്ടൂരിയിട്ടുള്ളൊരു അടി, തുണി വരച്ചുള്ള അടി. അതെ അതെ, മാസ്റ്റർ പീസ്. കാണിക്കാൻ പറ്റില്ല. അതിപ്പോ കാണിക്കാൻ പറ്റില്ല. അതാ പഴയ ധൈര്യമൊക്കെ പോയോ? പഴയ ധൈര്യം ഓർമ്മ ഉണ്ടായിരുന്നു, അത് അലക്കിയിട്ട് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. തലകുത്തലിരിക്കുന്നത്. ഞാനോട് നീ തലയും കുത്തി നിന്ന് പാടേണ്ടി വരുമോ? ആനകൾ അച്ചാറ് നക്കും, വിരലുകൾ പോലുമില്ലാത്ത ആനകൾ അച്ചാറ് നക്കൂ. എങ്ങനെ നക്കൂലേ? കാട്ടിലെ കുരങ്ങന്മാർ, കാട്ടിലെ കുരങ്ങമ്മ സ്റ്റാർ മാജിക്കിൽ ബലൂൺ പൊട്ടിക്കും.
ഇങ്ങനെ ചെരിയുമ്പോ ഇവിടെ ഈ ഒരു ഷേപ്പ് ആയിരിക്കണം. സ്ട്രക്ചർ എന്ന് പറയുമ്പോ പിടിച്ചേരാം. സ്ട്രക്ചർ വേണേ. അത് വേണം 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 കിടക്കം എടുത്തുകൊണ്ട് പോകാൻ. ഭാര്യ സഹോദരന് നമോ ഭാഗം 5ാം ക്ലാസ്സിൽ വെച്ച് ഉണ്ടായതാ, അത് മാറി. എന്തോന്ന്? ആമവാദം. അയ്യോ ഇത് അലമാര ടീമിലെ ആൾക്കാരാ. അയ്യോ, ഇൻസ്റ്റാൾമെന്റിൽ അലമാര എടുത്തിട്ട് വീട്ടിൽ ചെന്നിട്ട് കണക്കുണ്ട്. ചേട്ടാ ഇൻസ്റ്റാൾമെന്റ് അല്ല, അലമാര സിനിമയുടെ ആൾക്കാരാ. ആണോ? ആ ദേ ഇതാണ് അതിഥി. ബാക്കി എല്ലാവരും വലിഞ്ഞേറി വന്നവരാണോ? നിന്റെ കൂടെ പഠിക്കാ ദാമോദരൻ അവ ഇതുവരെ കല്യാണം കഴി. എന്നാ നിങ്ങളുടെ കൂടെ തന്നെ ദാക്ഷായണി മരിച്ചു പോയില്ലേ? പിന്നെ നിങ്ങൾ എന്താ മരിക്കാതെ ഇങ്ങനെ കിടക്കണേ?